പരബ്രഹ്മസ്വരൂപിയായിട്ട് നാരായണൻ ഇരിക്കുന്നു. അതിൻ്റെ മുഴുവൻ റിപ്പോസിറ്ററി അവിടെയാണെങ്കിലും ഭാഗവതം ഇപ്പോൾ പറയുന്നുണ്ട് അഹമേവാസമേവാഗ്രേ, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനേ പുള്ളൂ, ഞാനേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന അത് നമ്മൾ കരുതുന്ന മാതിരി ഒരു ചതുർബാഹുവായിട്ടുള്ള രൂപമോ അല്ലെങ്കിൽ കൈലാസത്തിരിക്കുന്ന ഒരു രൂപമോ അല്ല. ആ സോഴ്സ് ബോധം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മച്ച ബൃഹത്തായതെന്നേ അർത്ഥമുള്ളൂ, അല്ലാണ്ട് അതൊരാളല്ല. ഞാനിപ്പോൾ ഈ സ്കന്ധപുരാണത്തിൽ ഈ സോമസ്കന്ധമൂർത്തി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമാസ്കന്ധമൂർത്തിയാണ്. ഉമയോടുകൂടി സ്കന്ധനോടും കൂടി ഇരിക്കുന്ന മൂർത്തിയായിട്ടുള്ള ശിവനാണ് സോമസ്കന്ധമൂർത്തി എന്ന് പറയുക. അതായത് ഫാമിലി ഫോട്ടോ പോലെയാണ്. മഹാദേവൻ ഇരിക്കുന്നു, അമ്മ ഇരിക്കുന്നു, നടുക്കൊരു കുട്ടി ഇരിക്കുന്നു. ഇതേപോലെയാണ് മുഹൂർത്തം. ഇതൊക്കെ കടലാ. നമ്മളൊരു തുടക്കത്തിൽ ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്ന് നമുക്കൊരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ആകെ എന്താ പറയുക, ഒരു കല്യാണം, ഒരു കാതുകുത്ത്, ഒരു ചോറൂണ്, ഇതാ. അതൊന്നുമല്ല മുഹൂർത്തം. മുഹൂർത്തം അത്രയും വിപുലമായിട്ടുള്ളൊരു സയൻസാണ്. മുഹൂർത്തം മാത്രം. ചമൽക്കാര ചിന്താമണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് മലയാളത്തിൽ, അല്ല പിന്നെ സംസ്കൃതത്തിൽ, കേരളത്തിലൊക്കെ പ്രചാരമുള്ള ഗ്രന്ഥങ്ങളായിരുന്നു ഒക്കെ.